തകർപ്പനായിട്ട് പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോകുന്നത്. അല്ല ഒരു മണി ജാഫർ കണ്ടക്ട് ചെയ്യട്ടെ. ഞാൻ എന്നാ അവിടെ വന്നിരിക്കാം. അല്ല ജാഫർ കണ്ടക്ട് ചെയ്തിട്ട് അവര് ബാക്ക് ടു സിറ്റ് ഓൺ ദി സ്റ്റേജ്. താങ്ക് യു. എന്തോ പൊളിക്കാൻ പോവാ. ഇതാ ഞാൻ പറഞ്ഞ ചുണക്കുട്ടന്മാര്. പൊളി പിള്ളേര് സൂപ്പർ. ഇവര് 3 പേരും ഒറ്റ പൊളിയെ കൂടെ വിളിക്കാൻ പോവാ. ഒറ്റയടിക്ക് അടിപൊളി പരിപാടിക്കും. തുടങ്ങാ മക്കളെ. ആദ്യം മലയാളത്തിലെ താരങ്ങള് മറ്റ് ആ കഥാപാത്രങ്ങൾ മറ്റു താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഷഫിൾ ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഓ നമ്മുടെ തിരുമറിനെ വേറെ രീതിയിലേക്ക് നിങ്ങളാക്കി കൊണ്ടുവന്നിരിക്കുന്നു. തിരുമറി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇവിടെ ഞാൻ കണ്ടിട്ട്. അയ്യോ അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ടിരിക്കാം. അപ്പം അസീബ് കൊളപ്പുള്ളി ഒപ്പനെ ജയിക്കാൻ വേണ്ടിയിട്ട് ദിയായിട്ട് ഉയർത്തി കൂടി ദിയായിട്ട് അഴിക്കുന്ന അത് ഞാൻ അഴിപ്പിക്കണ പറഞ്ഞ ബാക്കി നേര് തെറിയില്ലാത്ത കള്ള പരീക്ഷ ഒരു 10 കൊല്ലം കാണും. അക്കരക്കാവിൽ ഉത്സവം തുടങ്ങിയിട്ട് ഞാനത് ദുബായിലായതുകൊണ്ട് കറക്റ്റ് അക്കണക്ക് എനിക്ക് അറിയില്ല. എന്താണ് അവന്റെ പേര്? അപ്പം ഓഹോ വട്ടപ്പേര് പറയടാ. കൊളപ്പുള്ളി ലീല കൊളപ്പുള്ളി അപ്പൻ. താനാണല്ലേ കൊളപ്പുള്ളി അപ്പൻ. കൊള്ളം, ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. തമ്പുരാനെന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ ചെറ്റയെന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേട ചെറ്റെ താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ കളറിയും മർമ്മവിദ്യയും താരികയുടെ നമ്പറും ഒക്കെ ചെലവാകും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത്. ഇതേ ആള് വേറെയാ. പിന്നെ നാളെ വരുമ്പോ തന്റെ ആ പുള്ളി അവിടെ കാണരുത്. ഇത് കൊളപ്പുള്ളിയാ? ആ വടിച്ചിട്ട് വരണം. ക്ലീൻ ഷേവ്. മനസ്സിലായോടോ? പ്രസന്റ് സാർ. ആ എന്നാ കൊളപ്പുള്ളി ചെല്ല്. പ്രധാനമന്ത്രി. അപ്പൊ ദേ ഈ കഴുത പറയാണ് തൻ്റെ അമ്മാവൻ്റെ വകയല്ല ഈ ഹോട്ടലെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു തൻ്റെ അമ്മാവൻ്റെ വകയാണോ ഈ ഹോട്ടലെന്ന്. അപ്പോൾ അവൻ എന്നെ ഹെഡാന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ അവനെ പട്ടിയെന്ന് വിളിച്ചു. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്ന് എന്നെ തല്ലാൻ നോക്കിയപ്പോൾ ലോണ്ട് അവിടെ ഇരിക്കുന്ന ഒരു പൂച്ചട്ടി എടുത്ത് അവൻ്റെ തലക്ക് ഞാൻ ഒറ്റ അടി വെച്ച് കൊടുത്തു. അപ്പം തന്നെ അവൻ ആശുപത്രി കൊണ്ടു. ഇത്രേ ഞാൻ ചെയ്തുള്ളൂ. ഇതിനാണ് അവന്മാർ എൻ്റെ തലക്കിട്ട് കയറി നിൽക്കുന്നത്. വട്ടാണല്ലേ? ആ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് തന്നെ. സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമായി ചെന്നത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഉസ്താദ് ബാദുഷാ കാക്ക. കാക്കയുടെ വീട്ടിൽ ഞാൻ ഡെയിലി പോകാറുണ്ട്. നല്ല സൂപ്പർ വെറോട്ട ഇറച്ചിയാണ്. ആഗ്രഹം പറഞ്ഞപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുതണ്ടിയുടെ ഓട്ടക്കീശൽ എന്നാ ഉണ്ട്? ഉസ്താദ് ബാദുഷാഖാന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങി ഹേമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടിയിരുന്ന് അയാളുടെ കാൽ കീഴിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറുകൾക്ക് ആ പേര് ചേരൂ. എനിക്കത് ചേരില്ല. Just remember that. I am ഭരചന്ദ്രൻ. അത് ശരി, ഞാനാരും അറിയണല്ലേ. ഒരു പാതിരാത്രി ഒരു മണിയറ വാതിൽ മുട്ടിയപ്പോഴാ ആ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. നീ ആരാണ്? നിനക്ക് എന്തിനു വേണോന്ന് ഞാൻ പറഞ്ഞു. എനിക്കെൻ്റെ മൂത്തയമ്മയെ കാണണമെന്ന്. അവനെനിക്കെൻ്റെ മൂത്തയമ്മയെ കാണിച്ചു തന്നില്ല. അന്തിരാസ് കൊന്തിരാസ് തള്ളേ, കലിപ്പ് തീരണില്ലല്ലേ? ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി നിന്ന തെരുവെട്ടികളുടെ ശല്യ. അതേടാ, ഞങ്ങള് തെരുവോട്ടുകളാ. തെരുവോട്ടുകൾ കുടമകളില്ല, പക്ഷേ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങളൊറ്റ കെട്ടാടാ. സിറ്റി അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നത് കമ്മട്ടിപ്പാടത്തിന്റെ ചതപ്പിലാ. അത് കെട്ടിപ്പോക്കിരിക്കുന്ന കല്ലിലും സിമെന്റിലും ഒന്നുമല്ല. നല്ല കറുത്ത കട്ട പിടിച്ച ചോര കൊണ്ടാ. ഗംഗന്റെ ഒക്കെ ചോര. ചോരയ്ക്ക് ചോരയുടെ വിളി കേക്കടാ നീ. ചോരപ്പുഴ. ഈ കാണുന്ന പുഴയാ സാറേ എൻ്റെ അമ്മ. വിശന്നപ്പ ഊട്ടി, കരഞ്ഞപ്പ കണ്ണീരെല്ലാം കൊണ്ടുപോയി. ഇപ്പം എന്നെ തിരിച്ചു വിളിക്കുന്നത് എൻ്റെ അമ്മയായിരിക്കും. കണ്ടോ സാർ, വേലായുധന യാത്രയാക്കാൻ മുള്ളംകൊല്ലി മുഴുവനെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിക്കുന്നില്ല കേളപ്പേട്ട. കുറുപ്പ് കണാപ്പടിക്കടാ. മുള്ളംകൊല്ലി വേലായുധനും നമ്പ്യാരും കൂടെ മുട്ടിയാൽ ആര് ജയിക്കും എന്നുള്ളത് മുള്ളംകൊല്ലിയിൽ അന്തർദേശീയ പ്രശ്നമാണ്. വാ നമ്പ്യാരെ, വേലായുധനം നേർക്കുനേറെ നിന്നടിക്കാനുള്ള ശങ്കുറപ്പ് നിനക്കായിട്ടുണ്ടെങ്കിൽ ഇപ്പടിക്കടാ. ഒറ്റ തന്തയ്ക്കുണ്ടാവനാണെങ്കിൽ ഇപ്പടിക്കടാ. പന്ന അല്ലെങ്കിൽ അത് വേണ്ട. പോയി വന്നു. പൊളിച്ചില്ലേ? ഒരു ക്ലാപ്പ് കൊടുക്കാം. എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കാം. സങ്കടം മാത്രമേ. ഇവരുടെ ഐറ്റംസ് ഉണ്ട്, നിങ്ങൾ ചോദിച്ചു. അല്ല, എനിക്കുള്ള എന്താന്ന് വെച്ചാൽ ഇവരെല്ലാം
ഈ പറഞ്ഞ പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾ ഓരോ കട്ട് കേട്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കടുവ മൂവിയിലെ പൃഥ്വിരാജിന്റെ പിതാവേ, ബൈബിളിൽ എനിക്ക് പുതിയ നിയമത്തെക്കാൾ പ്രിയം പഴയ നിയമത്തോടാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നെഴുതിയേക്കുന്ന പഴയ നിയമത്തോട്. കടുവ അടുത്ത കളി കളയാം. ലാലേട്ടൻ്റെ അടി. ലാലേട്ടൻ്റെ ഭാനു, ഭാനു, എന്താടോ ഈ കാണിച്ചത്? എന്നെ വിട്ട് പോയി കളഞ്ഞോ താൻ? കണ്ട കാലം മുഴുവൻ കണ്ണിമ വെട്ടാതെ എനിക്ക് കൂട്ടുകിടന്ന താൻ ഒരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞാണ്. എന്റെ ചങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് പ്രജിത്തിന്റെ പ്രജിത്ത് കൈലാസ്. കുഞ്ഞിക്കുനല്ലൊരു ഡയലോഗ്. ശരി, ഓക്കെ. എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, പറഞ്ഞോട്ടെ. നാളെ എൻ്റെ കണ്ണിൻ്റെ കെട്ടടിക്കുന്ന ഡോക്ടർ പറഞ്ഞിരിക്കണേ. എനിക്ക് ഒന്നുമില്ലാത്ത എനിക്ക് ഈ ലോകം കാണിച്ചു തന്ന കുഞ്ഞേട്ടനെ തന്നെ എനിക്ക് കാണണം. എൻ്റെ അടുത്ത് ഉണ്ടാവില്ലേ? എല്ലാരും ഉണ്ടാവും. ഞാൻ നിന്നെ കൂടെ ഉണ്ട്. ഗംഭീരം. എടാ നവ്യല്ല പയ്യന.